നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് കളിക്കാൻ നിങ്ങൾക്ക് ഈ പടം കണ്ടാലേ അറിയാം, നമ്മൾ ഇന്നൊരു പസിൽ ഗെയിമാണ് ഗൈസ് കളിക്കാൻ. നമ്മൾ കളിക്കാവുന്ന ഗെയിമിന്റെ പേരാണ് ഗൈസ് ദി 12 ലോക്സ്. ഗൈസ് ഒരു വീട്ടിൽ നിന്ന് ഐഡി കശപശ റെഡ് പ്രസൻസ്. റെഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഗൈസ് ഇതിൽ പ്രസൻസ് ചെയ്തേക്കുന്നത്. ഈ ഗെയിം 12 ലോക്സ് ഫൈൻഡ് ദ ഡിഫറൻസ് ആണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു പെണ്ണും ഒരുത്തനും ഉണ്ട്. ഈ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. സെലക്ട് ഗെയിം മോഡ്. നമുക്കിപ്പോൾ പസിലാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. നമ്മൾ പസിൽ മോഡാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അല്ല സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഹായ്, മൈ നെയിം ഈസ് ലിസ. ഓക്കെ, മനസ്സിലായി. ടോൾഡ് മൈ ഡാഡി ടു ഗെറ്റ് ദ ആർട്ട് ടുഗദർ. ഓക്കെ, ലുക്ക് മെനി പിക്ചേഴ്സ് ദെയർ. ഓക്കെ, ഇതൊന്നും കാണേണ്ട ആവശ്യമില്ല ഗൈസ്. നമ്മൾ തന്നെ കണ്ടുപിടിക്കും ഗൈസ്. ഇതാണ് 12 ലോക്സ് ഉള്ള ഡോർ ഗൈസ്. ഈ എല്ലാ ലോക്കുകളും കണ്ടുപിടിക്കാൻ നമ്മൾ എല്ലാ പസിലും ചെയ്യണം ഗൈസ്. ഇത് ആദ്യമേ നമുക്കൊരു ഡിഫറൻസിൻ്റെ പസിൽ കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ കണ്ണിന് കുറച്ച് കുഴപ്പമാണ്. ഈ കണ്ണും കുഴപ്പമാണ്, 2 കണ്ണും കുഴപ്പമായിട്ടിരിക്കുകയാണ്. പിന്നെ വായുവിനെ പറയണ്ടല്ലോ. പിന്നെ ഇവിടെ ഒന്നുണ്ട്. പിന്നെ കയ്യിലെ താക്കോല്, ഇതിലെ കളറ്, നമ്മളെല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണ് കേസ്. ഇവൻ്റെ ഇതിലൊരു സംഭവം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ 3 എണ്ണം കൂടെ ഉണ്ട്. പിരികം, ഇതിലൊരു സംഭവം. ഇനി ലാസ്റ്റ് ഒന്നും കൂടെ ഉള്ളൂ. ലാസ്റ്റ് ഒന്നും കൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടി വരും ഗൈസ്. ലാസ്റ്റ് ഒന്ന് ഗൈസ് കണ്ടുപിടിച്ചു. കളർ ചേഞ്ചിങ്. നമ്മളങ്ങനെ ആദ്യത്തെ താക്കോൽ നമുക്ക് കിട്ടി. നമുക്ക് ഒന്ന് റെഡ് പൂട്ട് തുറക്കാം. നമ്മളെല്ലാ പൂട്ടും തുറക്കണം, എന്നാലേ നമുക്ക് മനസ്സിലായി ഗൈസ്. നമ്മൾ ആദ്യത്തെ പൂട്ട് തുറന്നു. രണ്ടാമത്തത് ഒരു ഡിഫറൻസ് ആണ് ഗൈസ്. ഇവന് മീശയ്ക്ക് കുറച്ച് കുഴപ്പമുണ്ട് ഗൈസ്. ഒരുത്തന് മീശയുണ്ട്. കണ്ണ് ഒരുമാതിരി ഇരിക്കുന്നു. താക്കോൽ, പിന്നെ അതിലെ പടം, മനസ്സിലായില്ലേ അദ്ദേഹത്തുള്ള സംഭവം. പിന്നെ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൈ ഗൈസ്. കൈ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കൈ, പിന്നെ ഈ ഫോട്ടോയിലെല്ലാം മൊട്ടത്തലേന് മുടി ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു മൊട്ടത്തലേനാണ്. പിന്നെ ഇനിയുള്ളത് 2 എണ്ണം കൂടെ ഉള്ളു ഗൈസ്. 2 എണ്ണം കൂടെ ഗൈസ് കിട്ടി. ഒരെണ്ണം കിട്ടി ഗൈസ്. നമ്മൾ ആ ഫോട്ടോ കണ്ടോ നിങ്ങൾ? ആ ഫോട്ടോയിൽ എന്തെങ്കിലും കാണും ഗൈസ്. ഫോട്ടോയിൽ ഗൈസ് അവിടെ ഫോട്ടോ 2 പേരുടെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഒരാളെ ഇപ്പോൾ ഉള്ളൂ. ഇന്ന് ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉള്ളൂ. ഇവിടുത്തെ ലവ് ചിഹ്നം കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ താക്കോൽ സ്വന്തമാക്കിയിരിക്കുന്നു. നമ്മുടെ പച്ച താക്കോൽ. അത് വെച്ച് നമുക്ക് പച്ചപ്പൂട്ട് തുറക്കാം. ഇവിടെ എന്ത് എക്സസൈസ് ഒക്കെ ചെയ്യാണ് ഗൈസ്. നമ്മൾ പച്ചപ്പൂട്ട് തുറന്നു ഗൈസ്. ഇവിടെ ഒരു കോഡ് അടിക്കണം ഗൈസ്. അടുത്ത് ഇവിടെ എന്തോ വന്നിട്ടുണ്ട്. ഇതെന്തുവാ ഗൈസ്? ഇതൊരു ഡിഫറൻസ് ആണ് ഗൈസ്. നമുക്ക് ഡിഫറൻസ് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാം ഗൈസ്. ഇവിടെ ഒരു പസിലുണ്ട് ഗൈസ്. ഇത് സിമ്പിൾ. ഇതിങ്ങനെ മാറ്റുന്നതൊന്നും അല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പസിലാണ് ഗൈസ്. അങ്ങനെ തല അങ്ങ് തിരിച്ചു വെക്കുക, അത്രേ ഉള്ളൂ ഗൈസ്. ഇപ്പൊ തല ഒടിഞ്ഞ ആശുപത്രിയിലാണ്. ഇങ്ങനെ തിരിച്ചു വെച്ചാൽ മതി ഗൈസ്. ഗൈസ് ഇവൻ്റെ പാൻറ്റിൻ്റെ അകത്തുനിന്ന് വള്ളി പോയിട്ടുണ്ട്. ഇപ്പം പാൻറ്റിൻ്റെ അകത്ത് മറ്റേ വലിയ ചങ്ങലയും കെട്ടി കൊണ്ടാണ് ഗൈസ് നടക്കണേ. ഈ പെണ്ണാണെങ്കിൽ മുടിയും വെട്ടത്തില്ല. വീട്ടുകാരെ വായിരിക്കണേ കേൾക്കും അല്ലേ ഗൈസ്? അല്ല, മുടി വെട്ടാതെ മറ്റേ കാട്ടുവാസികളെ പോലെ ഗൈസ്. സെറ്റായി ഗൈസ്. നമുക്കങ്ങനെ അടുത്ത ഒരു ഗ്രേ താക്കോൽ കണ്ട. അവളെ കയ്യിൽ ഗ്രേ താക്കോലുണ്ട്. നീ മനസ്സിലായി ഗൈസ്. അടുത്ത ഡിഫറൻസ് ആണ് ഗൈസ്. ഇതിൽ ഫുള്ള് ഡിഫറൻസ് ആണ് ഗൈസ്. അപ്പോൾ ഫുള്ള് ഡിഫറൻസ് കണ്ടുപിടിച്ചാലേ നമുക്ക് ഇവിടെ എസ്കേപ്പ് ചെയ്യാനുള്ള കീസ് കിട്ടുള്ളൂ. നമ്മളങ്ങനെ ഇതുവരെ ഇപ്പം 7 ഡിഫറൻസ് അങ്ങ് കണ്ടുപിടിച്ചു ഗൈസ്. ഇവിടത്തെ ഇല, പിന്നെ മറ്റേ അതിൻ്റെ ആ തണ്ട്. യെസ് ഗൈസ്, നമ്മളതും കണ്ടുപിടിച്ചു. ഇതൊക്കെ ഭയങ്കര എളുപ്പം ഗൈസ്, സിമ്പിൾ. ഇതൊക്കെ നമ്മളൊക്കെ പ്രൊഫഷണലാണ്, നിങ്ങളൊക്കെ അറിയാമല്ലോ ഗൈസ്. കോഡ് കിട്ടി 8491. 8491. നമുക്കിപ്പോഴേ കോഡ് കൊണ്ട് ചെന്ന് അടിച്ചിട്ട് വരാം. 8491. ഗൈസ് ഗ്രീൻ കത്തി. ഗ്രീൻ എന്ന് വെച്ചാൽ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം കാണുന്ന എല്ലാവർക്കും ലൈക്ക് സബ് ഒന്നും അടിച്ചിട്ടില്ലെങ്കിൽ കാണുന്നില്ല ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ ഗെയിംസിൻ്റെ പേരൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. നമ്മളിങ്ങനെ എല്ലാ ഫുഡും ഇനി കുറച്ച് ഫുഡും കൂടെ ഉള്ളൂ. അടുത്തൊരു ഡിഫറൻസ് ആണ്. ഇതെന്തോ ഒരു പാറ്റ കയറിയിരിക്കുകയാണ് ചെടിയിൽ. ശിവൻ്റെ ഒരു കുഴപ്പം. ഇത് അടുത്ത കുഴപ്പം. ഫുള്ള് കുഴപ്പങ്ങളാണ് ഗൈസ്. ഇതെനിക്ക് അത്രയ്ക്ക് ടഫായിട്ട് തോന്നിയില്ല ഗൈസ് ഈ ഗെയിം. പിന്നെ ഇതിൽ ടൈം ഉണ്ട് ഗൈസ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ കുഴപ്പം.
ഇനി ഏതോ ഉണ്ട്. ആ ബെൽറ്റ് ഇട്ടിട്ടില്ല. നമ്മൾ ബെൽറ്റ് ഇട്ട് കൊടുത്തു. നൈസ്. ഇല കുറവാണ്. ജീവൻ ഇനി പാറ്റയ്ക്ക് കാല് കുറവാണ്. ചെടിക്ക് കൊമ്പ് കുറവാണ്. ചെടിക്ക് അവിടെ കൊമ്പിരിക്കണല്ലേ ഗൈസ്. നമ്മളങ്ങനെ അടുത്തതും കിട്ടിയിരിക്കുന്നു ഗൈസ്. ഈ ചെറുക്കനാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. പക്ഷെ കണ്ടാൽ തോന്നത്തേ ഇല്ല ഗൈസ്. ഗൈസ് അടുത്ത ഒരു ആപ്പിളിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന പെണ്ണ് ഗൈസ്. വാ തന്നെ ആദ്യമേ കണ്ടുപിടിച്ച് വായി നോക്കിയാണ് ഗൈസ്. ഇവൻ എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ നോക്കടാ, എന്നെ നോക്ക്. നീ എവിടെയെങ്കിലും നോക്കാതാ. അപ്പോൾ നമ്മൾ ഇതും വച്ചിട്ടുണ്ട്. പിന്നെ എന്തോട്ടായി 3. ഇനി ഉള്ളത് ഏതാ? ഒരു ബട്ടൺ കുറവാണ് ഗൈസ്. സെറ്റാകണം ഗൈസ്. ഇതിന് ഈ വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചിട്ടില്ല. ആപ്പിളിൽ പെയിൻ്റ് അടിക്കാൻ മറന്നു ഗൈസ്. 2 കൂടെ ഉള്ളു ഗൈസ്. അവസാനത്തെ 2 ആ 2 നമ്മൾ കണ്ടുപിടിച്ചിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അയ്യോ അവസാനത്തെ 2 കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഗൈസ് ഇവിടെ ഒരു കൈ കുറവാണ് ഗൈസ്. അവസാനത്തത് കണ്ടുപിടിക്കണം ഗൈസ്. അവസാനത്തെ ഇനി എവിടെയാണോ എന്തോ. നമുക്ക് അവസാനത്തെ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്കുണ്ട് ഗൈസ്. പ്രോയുടെ ട്രിക്കാണ് അത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നു. ആ ട്രിക്കെന്ന് വെച്ചാൽ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ കുത്തണം ഗൈസ്. അപ്പം ഏതെങ്കിലും ഒരു ഇതാവും. അതാണ് ഗൈസ് പ്രൊഫഷണൽസിൻ്റെ ട്രിക്ക്. പക്ഷേ ഇതിൽ 12 ഡിഫറൻസ് ഉണ്ട്. കണ്ടാൽ പറയത്തില്ല. വായി നോക്കിയെന്നെ. അത് വായും കൈയും കണ്ണും ഇതെല്ലാം എല്ലാത്തിലും ഉള്ളതാണ് ഗൈസ്. പിന്നെ ബട്ടൺസും അതാണ് ഗൈസ് എല്ലാത്തിലും ഉള്ളതാണ്. പിന്നെ ഇതിൽ ഏതൊക്കെയോ കൂടുതലുണ്ട് ഗൈസ്. ടൈം പോവാണ്. നമുക്ക് ആ വെള്ളത്തിൽ പൊങ്ങിയിരിക്കുന്ന കമ്പ് കുറച്ച് നീളം കൂടുതലാണ്. ചൂണ്ടയ്ക്ക് വലയില്ലാത്ത കമ്പ് കൊണ്ട് മീൻ പിടിക്കാൻ വന്നവനാണ് മെയ്. ഇനി 4 ഡിഫറൻസും കൂടെ ഉള്ളു ഗൈസ്. വാ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ നോക്കാൻ മറന്നു ഗൈസ്. ഗൈസ് ഇതിൻ്റെ ഒരു കൊമ്പ് കുഴപ്പമാണ് ഗൈസ്. ഇവളുടെ ഡ്രസ്സിൽ വരയിടാൻ മറന്നു ഗൈസ്. പിന്നെ ഇനി ലാസ്റ്റ് ഒരു ഡിഫറൻസ് ഗൈസ്. കിട്ടി. ലാസ്റ്റ് ഒരു ഡിഫറൻസ് എനിക്ക് കിട്ടിയില്ലോ. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കിട്ടി. നമ്മുടെ പ്രൊഫഷണൽ ട്രിക്ക് എടുത്തുകൊണ്ട് കിട്ടി. 2 താക്കോല് കിട്ടി ഗൈസ്. ഇതേതാ കരടി. ഈ പൂ എവിടെയാണ്? ഈ പൂ ഇവിടെയാണ്. പൂ കണ്ടുപിടിച്ചു ഗൈസ്. ഇതുണ്ട് ആ ബിയറിൻ്റെ കാല്. ഇത് മറ്റേ ആ കൊച്ചേറ് കൈ. ഇതാ കൊമ്പ്. ഇത് ഞാൻ ഇവിടെ കണ്ടല്ലോ. ഇത് ഇവിടെ. ഇത് ഈ ചെടി. ഈ ചെടി ഇത് ഇവൻ്റെ തല. ഇവൻ്റെ തലയണ. ഇത് ഇവൻ്റെ കാല്. ഇതിവിടെ ഈ സൈഡ്. ഇത് ഇതിൻ്റെ താഴത്ത് ഇത് നമ്മളെല്ലാം കണ്ടുപിടിച്ചു ഗൈസ്. അങ്ങനെ നമുക്ക് അടുത്തൊരു കീയും കിട്ടി ഗൈസ്. നമുക്ക് ആദ്യം എല്ലാ കീയും കളക്ട് ചെയ്തിട്ട് അവസാനം ചെയ്യാം. ഗൈസ് പൂച്ചയാണ് ഗൈസ്. പൂച്ച അണ്ണൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ 10 ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല ഗൈസ്. ആദ്യമേ കുറേ എണ്ണമൊക്കെ കിട്ടി. ഇതിൻ്റെ കളർ വ്യത്യാസം, അവൻ്റെ ഹാർട്ട് തൊലിഞ്ഞുപോയി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഫുഡിൻ്റെ അകത്ത് താക്കോൽ വെച്ചാണ് ഗൈസ് ഇരിക്കുന്നത്. മാറ്റൊക്കെ പ്രൊഫഷണൽ അല്ല. എനിക്ക് മനസ്സിലാവാത്ത എന്താ ഉള്ളത് കണ്ട് അതിൻ്റെ പടം വരെ ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. നിങ്ങൾക്ക് അറിയാലോ പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടി ഗൈസ്. ഇവിടെ വരയുണ്ട് ഗൈസ്. ഇവിടെ ഒരു വരം കുറവാ. ഇനി ലാസ്റ്റ് ഒന്നും കൂടി. അതേതാണ് എനിക്കറിയില്ല. ലാസ്റ്റ് ഒന്നും കൂടിയേ ഉള്ളൂ ഗൈസ്. ലാസ്റ്റ് ഒന്നും കൂടെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. പ്രോസിൻ്റെ ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ പ്രോയുടെ ട്രിക്ക് നടക്കുന്നില്ല ഗൈസ്. ഗൈസ് ടൈം പിന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. പ്രോയുടെ ട്രിക്ക്. ഇത് കുറച്ച് ടഫാണല്ലോ ഗൈസ്. പ്രോയുടെ ട്രിക്ക് പോലും വർക്ക് ചെയ്യാത്ത എന്തോ സംഭവം ഇവിടെ കൊണ്ടുവച്ചേക്കും. എന്തോന്നിത്? പ്രോയുടെ ട്രിക്ക് വർക്ക് ചെയ്യുന്നില്ലല്ലോ ഗൈസ്. പ്രോയുടെ ട്രിക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വേറൊരു സംഭവം ചെയ്തു. നമ്മൾ ഹിൻഡ് യൂസ് ചെയ്തു ഗൈസ്. ഗൈസ് വാളിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് ഇവർ വച്ചേക്കണം. പക്ഷെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. മനസ്സിലല്ലേ ഗൈസ്? അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളെല്ലാം കണ്ടുപിടിച്ചാ ഇല്ല ഗൈസ്. ഇതിൽ ഇനി 2 കൂടി കണ്ടുപിടിക്കാനുണ്ട്. ഗൈസ് ഇതിൽ 1 ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ വിട്ടിരുന്നു. ഇത് നമുക്കിപ്പോൾ ചെയ്യാം. ആദ്യത്തെ കണ്ണ് വായി നോക്കി. ഇപ്പോൾ ഇവള് വായി നോക്കിയായി. നേരത്തെ അവനായിരുന്നു വായി നോക്കി.
മനസ്സിലുണ്ട്. അവർ ആ നിൽക്കുന്ന അതേ പിക്ചറാണ് അവർ എടുത്തു വെച്ചേക്കുന്നത്. പിക്ചറിനുള്ളിൽ പിക്ചർ അല്ല, പിക്ചറിനുള്ളിൽ പിക്ചറിനുള്ളിലെ പിക്ചർ. ഒന്നും മനസ്സിലായില്ലേ ഗൈസ്? ശരി, 5 ഡിഫറൻസും കൂടെ ഉള്ളൂ. 5 ഏതൊക്കെയാണെന്നോ. പിന്നെ ചെരുപ്പ് പച്ചയായി പോയി, പോയിസൺ പിടിച്ച ചെരുപ്പാണ്, ഹൾക്കാവുന്നു തോന്നുന്നു. ഇനി 3 കൂടെ ഉള്ളൂ. 3 എവിടെയായിരിക്കും? വല്ല ബട്ടൺസിലും ആണോ? ബട്ടൺസിലുള്ള നമ്മൾ കണ്ടുപിടിച്ച നേരത്തെ. ഇവിടെ മുടി പ്രശ്നമാണ് ഗേസ്, വല്ല കയ്യും പ്രശ്നമാണെന്ന് ഇനി നോക്കണം. കയ്യൊന്നും പ്രശ്നമല്ല, ഇത്തവണ അവരെന്തോ മാറ്റി പിടിച്ച് പുതുക്കി വെച്ചിട്ടുണ്ട്. വേറെന്തോ ആണ്. ലാസ്റ്റ് ഒരെണ്ണം, അതെവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? ലാസ്റ്റ് ഒരെണ്ണം എവിടെ? ലാസ്റ്റ് ഒരെണ്ണം നല്ല സൂക്ഷ്മമായി നോക്കണം. ഇത്തവണ ഞാൻ പ്രോയുടെ ട്രിക്ക് യൂസ് ചെയ്യത്തില്ല. കിട്ടി ഗൈസ്, അവിടെ ഒരു വര ഉണ്ടായിരുന്നു. ആ വര ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ കിട്ടി. നമുക്കിനി ലാസ്റ്റ് ഒരെണ്ണം, ഇതാണ് ഗൈസ് ലാസ്റ്റ്. ഇത് ഇതിനെ പോലെ ആക്കണം, അതേപോലെ ആക്കണം. ഇത് കറക്റ്റായി. ഇവിടത്തെ കളറ് ഇത് ചുവപ്പ് തന്നെ, ഇത് പച്ചയല്ല, ഇത് മഞ്ഞ, ഇതെത്രയും കറക്റ്റാണ്. ഇപ്പം ഈ സൂര്യൻ്റെ ഇതാണ് ഗൈസ് കറക്റ്റ്. ഇതാ കറക്റ്റ്. എന്നിട്ട് ഇത് താഴത്തെ ഇതാണ് ഗൈസ് കറക്റ്റ്. അടുത്ത് ഇപ്പം ഇരിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഇതാണ് ഗൈസ് കറക്റ്റ്. ഇനി എന്താ ഉള്ളത്? ഇത് കറക്റ്റായി. യെസ് ഗൈസ്, അങ്ങനെ നമുക്ക് ഫൈനൽ ചാവി കിട്ടി. ഫൈനൽ ചാവി വന്ന് വീണിരിക്കുകയാണ്. ഇപ്പം നമുക്ക് പൂട്ട് തുറക്കാം ഗൈസ്. നമുക്ക് പൂട്ട് തുറക്കാം. പൂട്ട് തുറക്കാനുള്ള സമയമായി ഗൈസ്. ലാസ്റ്റ് താക്കോൽ നമ്മൾ തുറന്നിരിക്കുന്നു ഗൈസ്. നമുക്ക് ടാറ്റയൊക്കെ പറയുന്നുണ്ട് ഗൈസ്. നമ്മളങ്ങനെ എസ്കേപ്പ് ആയി ഗൈസ് ഇവിടെ നിന്ന്. ഹുറേ, ഡോർ ഈസ് ഓപ്പൺ. എനിക്ക് മനസ്സിലായി. ഗൈസ് നമുക്ക് പൈസ കിട്ടി. കാശുകാരൻ പൈസ കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ കുറേ ലെവൽസ് ഉണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഗെയിംസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ അപ്പോൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോ ആയിട്ട് ഇനി വരും. ബൈ.